ലൈഫ് പദ്ധതിയിൽ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച വീട് നൂലാമാലകളാൽ കുരുങ്ങി നഷ്ടപ്പെട്ടതോടെ പെരുവഴിയിലായിരിക്കുകയാണ് കാസർകോട്ടെ ഒരു കുടുംബം. ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം താമസ സൗകര്യം പോലുമില്ലാതെ ദുരിതത്തിലാണ്. മുഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ അടുക്കത്തബയൽ കോട്ടവളപ്പിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ച ഈ കൂരയിലാണ് മിത്രനും സാവിത്രിയും അസുഖബാധിതരായ രണ്ടാൺമക്കളും താമസിക്കുന്നത്. പഴകിയതെങ്കിലും കുഞ്ഞു വീട്ടിൽ സമാധാനത്തോടെ കഴിഞ്ഞ കുടുംബം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലാണ് ഇങ്ങനെ ദുരിതത്തിലായത്. സാവിത്രിയുടെ പേരിൽ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിനായി അപേക്ഷ നൽകിയിരുന്നു. വീട് അനുവദിച്ചതായി പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടു. ലൊക്കേഷൻ സർട്ടിഫിക്കറ്റും പെർമിറ്റും ലഭിക്കുന്നതിന് സ്ഥലം കാണണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ 5 സെന്റ് സ്ഥലത്തുണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചുമാറ്റി. VA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പലതവണ സ്ഥലം സന്ദർശിച്ചു. വീട് നിർമ്മാണത്തിന് വെള്ളം ലഭ്യമല്ലാത്തതിനാൽ മൂത്തമകൾ നിഷ വായ്പയെടുത്ത് നൽകിയ 1.5 ലക്ഷം രൂപ ഉപയോഗിച്ച് കുഴൽക്കിണറും നിർമ്മിച്ചു. ഇങ്ങനെ വീടിനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയപ്പോഴാണ് വീട് അനുവദിച്ച സാവിത്രി മറ്റൊരാളാണെന്നും മാറിപ്പോയതാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ആദ്യം സ്ഥലം പറഞ്ഞ് സ്ഥലം എൻ്റെ പേരിലുള്ള സ്ഥലം 3 സെന്റ് ഭാര്യൻ്റെ പേരിലാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എൻ്റെ സ്ഥലം ഭാര്യൻ്റെ പേരിൽ 3 ആക്കി 2 സെന്റ് എൻ്റെ പേരിൽ തന്നെ വെച്ച്. വീണ്ടും പറഞ്ഞ് മിത്രട്ട അതങ്ങനല്ല, ഇതിപ്പോൾ മോഡി സർക്കാരിൻ്റെ വക 5 സെന്റ് തന്നെ നിങ്ങൾ ഭാര്യൻ്റെ പേരിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ മോളോട് ആദ്യം പറഞ്ഞു 5 സെന്റ് ഞാൻ കൊടുക്കാം, എനിക്ക് സ്ഥലം ഒന്നും 5 സെന്റാക്കി കൊടുത്ത്. അപ്പോൾ പറഞ്ഞ് ഇനിയിപ്പോൾ പുര പൊളിക്കണം, പുര പൊളിക്കാണ്ട് പുര പാസ്സാകാല എല്ലാം എടുത്ത് തന്ന് അവർക്ക് 320 രൂപ അതിൻ്റെ പൈസയും കൊടുത്ത് ഞങ്ങൾ വന്നിട്ടായിട്ട് ഞാൻ ഓള് 13 ഒപ്പം തൊട്ട് ഞാനും ഒരു 3-4 ഒപ്പിട്ടു. പിന്നെ പറയുന്നത് കേൾക്കുന്നത് സാറേ, അത് ആള് പേര് മാറിപ്പോയി, അത് സാവിത്രി, അത് വേറെ സാവിത്രി എന്ന് പറഞ്ഞു. 2 പെൺമക്കൾ വിവാഹിതരാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന 32 വയസ്സുള്ള മൂത്തമകൻ നിഷിത്ത വൃക്ക തകരാറിലായി ചികിത്സയിലാണ്. 28-കാരനായ ഇളയമകൻ വിഷ്ണു ഭിന്നശേഷിക്കാരൻ. ഇരുവരുടെയും ചികിത്സയുമെല്ലാമായി ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടെയാണ് താമസ സൗകര്യവുമില്ലാതായത്. നമുക്ക് ഒരു ഗതിയില്ലാതായി ചെറിയ ചെറിയ പണി കെട്ടി എടുക്കണം. മുമ്പ് കുറേ ആളെ വെച്ചിട്ട് പണി എടുപ്പിച്ചോണ്ട് ഇപ്പോൾ 62 ഷുഗറായി, പിന്നെ മോനിങ്ങനായി, ഒരു 3 കൊല്ലം 4 കൊല്ലം വലിയ കഷ്ടം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മിത്രനും പഴയ പോലെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. വിവാഹിതരായ 2 പെൺമക്കളായ നിഷയും തുളസിയും ഇടയ്ക്ക് വീട്ടിലെത്തിയാണ് ആവശ്യമായ സഹായം ചെയ്യുന്നത്. ജില്ലാ കലക്ടറെ കണ്ട് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. കൈരളി ന്യൂസ്, കാസർഗോഡ്.